അത് സാധാരണ സഹായമാകട്ടെ അസാധാരണ സഹായമാകട്ടെ. ഇതുകൊണ്ട് തന്നെ ഇതാണ് റബ്ബുൽ ആലമീൻ എന്ന ആശയത്തിൽ ഈ പറഞ്ഞ ആശയം കൂടി ഉൾക്കൊള്ളുന്നുണ്ട്. സഹാബത്തിന്റെ ജീവിതം പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, ധാരാളം പ്രാർത്ഥനകൾ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിച്ച ധാരാളം ദുആകൾ അവർ ചെയ്യാറുണ്ട്. ഉദാഹരണമായി കക്കൂസിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്ത് ചൊല്ലണം, ഇതിനുള്ള ദുആ, പ്രത്യേകമായ ദുആ. കക്കൂസിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴുള്ള ദുആ, ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള ദുആ, ഉറങ്ങാൻ പോകുമ്പോഴുള്ള ദുആ, ഉണർന്നാലുള്ള ദുആ. ഇങ്ങനെ ഒരാളുടെ നിത്യജീവിതത്തിൽ വരുന്ന ധാരാളം ദുആകൾ നബിയിൽ നിന്ന് പഠിക്കുകയും സഹാബത്ത് അത് പ്രാവർത്തികമാക്കുകയും സഹാബത്തിനെ തുടർന്ന് താബിഈങ്ങളും അത് പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. ഇതേ സഹാബത്ത് തന്നെ അവർക്കൊരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ എന്തായിരുന്നു ചെയ്തിരുന്നത്? അതേ സമയത്ത് റസൂലിന്റെ അടുത്ത് വന്നിട്ട് അവർ പറയുകയാണ്, വലൈസാലനാ ഇല്ലാ ഇലൈകാ ഫിറാറുനാ വൈനാ ഫിറാറുന്നാസി ഇല്ലാ ഇലർ റസൂലി. നബിയേ, തങ്ങളിലേക്ക് ദാ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു, അള്ളാഹുവിന്റെ പ്രവാചകന്മാരിലേക്കല്ലാതെ മറ്റെങ്ങോട്ടാണ് അവർക്ക് പോകാനുള്ളത് എന്ന് പറഞ്ഞ് നബിയോട് വന്ന് നബിയോട് ദുആ ചെയ്യാൻ പറഞ്ഞ് നബി നേരിട്ട് ദുആർന്ന് അള്ളാഹുവിൽ നിന്ന് മഴ വാങ്ങിച്ചു കൊടുക്കുകയാണ് ചെയ്ത ധാരാളം സംഭവങ്ങൾ സഹിയായ ഹദീസുകളിൽ കാണാം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അദ്ദേഹം എപ്പോഴും നബിയുടെ കൂടെ ഉണ്ടാകുന്ന വ്യക്തിയാണ്. അദ്ദേഹം നബിയിൽ നിന്ന് ധാരാളം ഹദീസുകൾ കേട്ട വ്യക്തിയാണ്. ഒരിക്കൽ നബിയോട് പറഞ്ഞു, നബിയെ, തങ്ങളിൽ നിന്ന് ധാരാളം ഹദീസുകൾ ഞാൻ കേൾക്കുന്നു, പക്ഷേ അതൊക്കെ ഞാൻ മറന്നു പോകുകയാണ്. അതുകൊണ്ട് മറവിക്ക് ഒരു മരുന്ന് തങ്ങൾ ഇപ്പോൾ നൽകണം. മറക്കുന്നതിന് ഒരു മരുന്ന് ഇന്ന് ലോകം എത്ര പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും മറവിക്കൊരു മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. അതൊരു മരുന്നിനെ കുടിച്ചാൽ പിന്നെ അയാൾ മറക്കന്നല്ല മരണം വരെ. എങ്ങനത്തെ ഒരു മരുന്നുണ്ടോ? ഇല്ല. ആ മരുന്നാണ് നബിയോട് ആവശ്യപ്പെടുന്നത്. ആര്? എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. റസൂൽ എന്തേ പറഞ്ഞു? മറവിക്ക് മരുന്നോ? അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, അല്ലാഹു പോരെ അടിമക്ക് അല്ലാഹുവിനോട് ചോദിച്ചോ എന്ന് റസൂൽ പറഞ്ഞോ? ഇല്ല. റസൂൽ പറഞ്ഞു, ഉബ്സുത്ത് റിദാഅക. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു. ആ മുണ്ടൊന്ന് ഇങ്ങോട്ട് നീട്ടൂ. അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മുണ്ട് നീട്ടുകയാണ് റസൂലിന്റെ ഹളറത്തിലേക്ക്. റസൂൽ എന്ത് ചെയ്തു? 3 പ്രാവശ്യം ഇങ്ങനെ വാരിയിട്ട് ഈ മുണ്ടിലേക്ക് ഇട്ടു. എന്താണ് വാരുന്നത്? വാരിയിട്ട് മുണ്ടിലേക്ക് ഇട്ടിട്ട് ഫളുമ്മഹു, അതൊന്ന് കൂട്ടിപ്പിടിച്ചോ എന്ന് പറഞ്ഞു. അപ്പൊ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ മുണ്ടിൽ ഒന്നും കാണുന്നില്ല, അതിങ്ങനെ കൂട്ടിപ്പിടിക്കുകയാണ്. അതിന് ശേഷം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫമാ നസീതു ബഅദഹു ശൈആ, ഇത് ചെയ്തതിന് ശേഷം യാതൊന്നും ഞാൻ മറന്നിട്ടില്ല. മറ്റൊരു സഹാബി കുതിരപ്പുറത്തിൽ നിന്ന് വീഴുന്ന പ്രശ്നം, യാത്ര, എപ്പോഴും യാത്ര, അന്ന് പ്രത്യേകിച്ചും യുദ്ധമായതുകൊണ്ട് എപ്പോഴും യാത്ര ചെയ്യേണ്ടി വരും. ഞാൻ കുതിരപ്പുറത്തിൽ നിന്ന് വീഴുകയാണ് നബിയേ എന്ന് റസൂലിനോട് ആവലാതി പറഞ്ഞപ്പോൾ റസൂല് അദ്ദേഹത്തിനെ ഒന്ന് കൊട്ടി അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യുകയാണ്. ഈ വ്യക്തി പിന്നെ കുതിരപ്പുറത്തിൽ നിന്ന് വീണിട്ടില്ല. മഹാനായ സലമത്ത് ഇബ്നുൽ അക്വ റളിയല്ലാഹു അൻഹു, യുദ്ധത്തിൽ അദ്ദേഹത്തിന് വലിയ മുറിവേറ്റ്, എല്ലുപൊട്ടി ഞരമ്പുകളെല്ലാം മുറിഞ്ഞ് ഇപ്പോൾ മരണപ്പെടുമെന്ന സ്ഥിതിക്കെത്തിയ നിലക്ക് വലിയ മുറിവ് പറ്റിയ സലമത്ത് ഇബ്നുൽ അക്വ റളിയല്ലാഹു അൻഹു എന്താണ് ചെയ്യുന്നത്? ഇലാ ഹളറത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ ഹളറത്തിലേക്ക് വന്നിട്ട് പറയുകയാണ്. ഈ മുറിയെക്കുറിച്ച് നബിയോട് ആവലാതി പറയുന്നു. റസൂൽ എന്താ ചെയ്ത്? ഹോസ്പിറ്റലിൽ പോയെന്ന് പറഞ്ഞോ? ഇല്ല. 3 പ്രാവശ്യം അവിടെ ഊതിയിട്ട് ആ മുറി സുഖപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നിസ്കാരത്തിന് ശേഷമാകട്ടെ മറ്റു സ്ഥലങ്ങളിലാകട്ടെ ഒക്കെ നബിയിൽ നിന്ന് പഠിച്ച ദിക്റുകൾ ചൊല്ലുന്ന ഈ സഹാബത്ത് പ്രത്യേക പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ അവിടെ ദിക്ർ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് പറയുകയല്ല ചെയ്യുന്നത്, നബിയുടെ ഹളറത്തിലേക്ക് ചെന്ന് നബിയോടാണ് പറയുന്നത്. എന്തുകൊണ്ട്? അള്ളാഹു സൃഷ്ടികൾക്ക് ചെയ്യുന്ന സഹായങ്ങൾ മറ്റു മുഖേനയാണ് നൽകുന്നത്. സാധാരണ സഹായങ്ങൾ സാധാരണ മനുഷ്യർ മുഖേനയും അസാധാരണ സഹായങ്ങൾ അസാധാരണ മനുഷ്യർ മുഖേനയും നൽകുക എന്നതാണ് അള്ളാഹുവിന്റെ പദ്ധതി. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, ഇന്നമാ വലിയുക്കുമുല്ലാഹ്, തീർച്ചയായും നിങ്ങളുടെ സഹായി അള്ളാഹു മാത്രമാണ്, വറസൂലുഹു, അള്ളാഹുവിന്റെ റസൂലും മാത്രമാണ്.
വല്ലദീന ആമനുല്ലദീന യുഖീമൂന സ്വലാത്ത വയുതൂന സകാത്ത വഹും റാകിഊൻ. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ധാരാളം സുന്നത്ത് നിസ്കരിക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളും മാത്രമാണ് നിങ്ങളുടെ സഹായികൾ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങൾക്ക് സഹായം തേടാനുള്ള കേന്ദ്രങ്ങളായി പരിചയപ്പെടുത്തിയത് 3 കേന്ദ്രങ്ങളാണ്. ഒന്ന് അല്ലാഹുവിനോട് ചോദിക്കാം, വിരോധമില്ല. മറ്റൊന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കാം, വിരോധമില്ല. മറ്റൊന്ന് സജ്ജനങ്ങളായിരിക്കുന്ന അല്ലാഹുവിന്റെ സാലിഹീങ്ങളും മൗലിയാക്കളുമായിരിക്കുന്ന ആളുകൾ, അവരോടും ചോദിക്കാം, വിരോധമില്ല. മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞത് കാണാം, ഒരു വലിയിൽ നിന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഗുണങ്ങൾ 2ആണ്. ഒന്ന് ഉപകാരങ്ങളൊക്കെ വലിച്ചുകൂട്ടുക, മറ്റൊന്ന് ഉപദ്രവങ്ങളൊക്കെ തട്ടിക്കളയുക. ഇനി സ്വഹാബത്തിന്റെ ജീവിതമെടുത്ത് ഞാൻ ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞതാണ്. ഇനി റസൂലിന്റെ മരണശേഷം പരിശോധിച്ചു നോക്കിയാലോ, മഴയില്ലാത്ത സമയത്ത് ഒരാൾ റസൂലിന്റെ ഖബറിങ്ങൾക്ക് എന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ് ഇസ്തസ്ഖിലി ഉമ്മത്തിക ഫഇന്നഹും ഖദ് ഹലകൂ. ഇത് വഫാത്തിന് ശേഷം. ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ ജീവിതകാലത്താണ്. വഫാത്തിന് ശേഷം ഖബറിങ്ങൾ ചെന്നിട്ട് മഴയില്ലാത്ത സമയത്ത്, ജീവിതകാലത്ത് മഴയില്ലാത്തപ്പോൾ റസൂലിന്റെ അടുത്തേക്കാണല്ലോ പോയത്. മരണശേഷം അതാ റസൂലിന്റെ ഖബറിങ്ങൾ വന്നിട്ട് ഇസ്തസ്ഖിലി ഉമ്മത്തിക ഫഇന്നഹും ഖദ് ഹലകൂ യാ റസൂലല്ലാഹ്, പ്രവാചകരെ തങ്ങളുടെ ഉമ്മത്തിന് വേണ്ടി ഒന്ന് അല്ലാഹുവിനോട് മഴ ചോദിച്ചു വാങ്ങിത്തരണം. കാരണം ഫഇന്നഹും ഖദ് ഹലകൂ, അവരൊക്കെ മഴയില്ലാതെ ബുദ്ധിമുട്ടി നശിക്കാനടുത്തായിരിക്കുന്നു, നശിച്ചിരിക്കുന്നു, അതുകൊണ്ട് മഴ വേണം എന്ന് പറഞ്ഞ് റസൂലിന്റെ ഖബറിൽ പോയി റസൂലിനോട് മഴ ആവശ്യപ്പെടുകയാണ്. സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിരിക്കെ ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ സഹായങ്ങളൊക്കെ നൽകുന്ന അല്ലാഹു തന്നെയാണ്. ഒരു പിതാവ് തന്റെ മകനോട് പറയുകയാണ്, എന്താ പറയുന്നത്? ഈ മകൻ പുറത്തുള്ള ആരെത്തുന്നോ പൈസ കടം വാങ്ങി. അപ്പൊ ഈ പിതാവ് തന്റെ കുട്ടിയെ നിർദ്ദേശിക്കുകയാണ്, നിശ്ചയം നിന്റെ സഹായി വാപ്പയാണ്, ചോദിച്ചോളൂന്നോ ചോദിക്കരുതെന്നോ നീ എന്റെ ബാക്കി വരിക. നിശ്ചയം നിന്റെ സഹായി വാപ്പയാണ്, ചോദിച്ചോളൂ. നിശ്ചയം നിന്റെ സഹായി ഉമ്മയുമാണ്, ഉമ്മയോടും ചോദിച്ചോളൂ. നിശ്ചയം നിന്റെ സഹായി ജ്യേഷ്ഠനുമാണ്, ജ്യേഷ്ഠനോടും ചോദിച്ചോളൂ. ഇവരോടെ ചോദിക്കാവൂ, പുറത്തുള്ള ഒരാളോട് ചോദിക്കരുത്. ഇതേപോലെയാണ് അള്ളാഹു പറയുന്നത്, നിശ്ചയം നിങ്ങളുടെ സഹായി അള്ളയാണ്, ചോദിച്ചോളൂ. ചോദിക്കരുത് നീ അവിടെ വരൂ. നിശ്ചയം നിങ്ങളുടെ സഹായി റസൂലാണ്, ചോദിച്ചോളൂ. സഹായിക്കും, ചോദിക്കരുത്, അങ്ങനെ വരുമോ? നിശ്ചയം നിങ്ങളുടെ സഹായി സത്യവിശ്വാസികളുമാണ്, ചോദിച്ചോളൂ. ചോദിക്കരുത് അവിടെ വരൂലല്ലോ. സഹായിക്കും, ചോദിക്കാൻ പാടില്ല. ഇങ്ങനെ ഒരു ആയത്ത് ഖുർആനിൽ പറയില്ലല്ലോ. പിന്നെ എന്ത് ഖുർആൻ അങ്ങനത്തെ ഖുർആനാവുള്ളൂ? അതുകൊണ്ട് ചോദിച്ചോളൂ എന്ന് തന്നെ അതാണ് സഹാബത്ത് ചോദിച്ചത്.